ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 20. വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട എന്ന ജെറിയുടെ ആവശ്യപ്രകാരം ഏറ്റവും ലളിതമായ രീതിയിലാണ് വിവാഹം. എങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മരിയയും കുഞ്ഞുഞ്ഞും എൽസിയുമാണ്. എടി എൽസിയെ, സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? വൈകുന്നേരം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുഞ്ഞ് എൽസിയോട് പറയുന്നത് സിൽവി കേട്ടു. കല്യാണം പ്രമാണിച്ച് സിൽവിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അടുക്കളയിലെ ഡെസ്കിലിരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു സിൽവിയും ജോസ്മോനും. തറവാടിന്റെ അന്തസ് തലയിൽ താങ്ങി നടക്കേണ്ടതിന്റെ ഒരു പങ്കപ്പാട് പറഞ്ഞ ആർക്കാ മനസ്സിലാവുക? സിൽവി അത് കേട്ട് കൗണ്ടർ അടിച്ചു. എടി പയ്യെ പറ, അപ്പച്ചൻ കേൾക്കും. അപ്പറഞ്ഞത് അപ്പച്ചൻ കേൾക്കുമോ എന്ന ഭയമാണ് ജോസ്മോന്. എന്റെ ജോച്ചാ, അവന്റെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? മനസ്സില്ലാ മനസ്സോടെയാ അവനിതിന് സമ്മതിച്ചത്. അത് നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ എനിക്കറിയാം. ആ മരിയ പെണ്ണ് അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ? കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ആവോ, ആർക്കറിയാം. കഴിഞ്ഞ ദിവസവും അവൻ ആരാണ്ടോടൊക്കെ അന്വേഷിക്കുന്നത് കേട്ടു നിധിയെപ്പറ്റി വല്ല വിവരം ഉണ്ടോന്ന്. ഇന്ന് രാവിലെ ഏതോ ഒരു കന്യാസ്ത്രീയും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. ജോസ്മോനും ജെറിയുടെ ഉദാസീനമായ ഇരിപ്പും നടപ്പുമൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. എങ്കിലും നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ എന്ത് ചെയ്യാനാണ്? വിവാഹമേ വേണ്ട എന്ന നിലപാടിലായിരുന്ന ജെറിയെ വല്യപ്പച്ചനാണ് പറഞ്ഞു അർത്ഥസമ്മതം മൂളിപ്പിച്ചത്. എല്ലാറ്റിനും സാക്ഷി താനാണല്ലോ. എടാ ജെറി, നിനക്ക് പറ്റുന്ന പോലെ നീ അന്വേഷിച്ചു. നിന്നോട് അല്പമെങ്കിലും പ്രതിബദ്ധതയോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ അവള് ഏതു വിധേനെ നിന്നെ ബന്ധപ്പെട്ടേനെ. ഇനിയിപ്പോ അവൾക്ക് വേണ്ടി നീ എന്തിനാ നിന്റെ ജീവിതം കളയുന്നത്? ഞാനും കുറെ അന്വേഷിച്ചു, ആർക്കും ഒന്നും അറിയില്ല. ഇതിപ്പോ 8 മാസമായില്ലേ. മരിയയ്ക്കാണെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. അവള് കൂടി മുൻകൈ എടുത്തല്ലേ ഈ ആലോചന നടക്കുന്നത്. നിന്നെ അവൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടടാ. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടുക അതും ഒരു സൗഭാഗ്യമാടാ. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടി നിൽക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നീ ഈ വല്യപ്പച്ചൻ പറയുന്നത് അനുസരിക്കടാ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാനിതിന് നിർബന്ധിക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് മറ്റാർക്കോ വേണ്ടിയെന്നോണം ജെറി ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനിയിപ്പോ ഞാൻ കാരണം ആരുടെയും സമാധാനം പോണ്ട. എനിക്ക് മരിയയെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പച്ചനോട് പറഞ്ഞേക്ക് തീയതി നിശ്ചയിച്ചോളാൻ. അതും പറഞ്ഞ് ജെറി എണീറ്റ് പോയി. വിവാഹത്തിനായി വല്യമ്മച്ചി നേരത്തെ എത്തി. ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനും മറ്റുമായി കുഞ്ഞുഞ്ഞിന്റെ ചേട്ടൻ ഔസേപ്പച്ചനും പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇക്കുറി വീട്ടിൽ യാതൊരു ചടങ്ങുകളും നടത്തുന്നില്ല. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് കോനാരം കെട്ട എന്നെ വിളിച്ചേക്കരുത്. പള്ളി വന്ന് താലി കെട്ടും, അതിനെന്നെ വിളിച്ചാൽ മതി. സമ്മതിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ചെറുക്കന്റെ സ്വഭാവം എപ്പോഴാണ് തിരിയുന്നതെന്നറിയില്ല. അതുകൊണ്ട് താലി കെട്ട് കഴിയുന്നിടം വരെ അവനെ അവന്റെ പാട്ടിന് വിടുന്നതാണ് നല്ലത്. താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരിയമോള് നോക്കിക്കൊള്ളും. മൈക്കിളച്ചന്റെ അമേരിക്കയിലുള്ള സുഹൃത്ത് ഒരച്ഛൻ വഴി ജെറിക്കൊരു വിസ എടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ അവന്റെ മനസ്സ് പിന്നെയും കലങ്ങിയാലോ? ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ എല്ലാം ശരിയാകും. അവൻ പോയി ജോലിയൊക്കെ ശരിയാക്കി കഴിഞ്ഞ് മരിയമോളെയും കൊണ്ടുവെക്കൊള്ളൂ. കുഞ്ഞുഞ്ഞിന്റെ ധാരണകൾ ഇതൊക്കെയായിരുന്നു. കല്യാണത്തിന്റെ തലേന്നാണ് ജെറി എത്തിയത്. തറവാട്ടിൽ ആരുടെയോ കല്യാണം കൂടാൻ വന്നതുപോലെയായിരുന്നു പെരുമാറ്റം. മരിയ പക്ഷേ വളരെ സന്തോഷത്തിലായിരുന്നു. അവൾ ആഗ്രഹിച്ചത് ഇതാ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു. ജെറിയുടെ വീട്ടിലേതിന് നേരെ എതിരായിരുന്നു മരിയയുടെ വീട്ടിൽ. ഒത്തുകല്യാണം ആർഭാടപൂർവ്വം തന്നെ നടത്തി. ഏറ്റവും വില കൂടിയ സാരിയിലാണ് അവൾ പള്ളിയിലെത്തിയത്. എല്ലാവരുടെയും മുന്നിൽ ഒരു നോക്കുകുത്തിയ പോലെ ജെറി നിന്നു. മരിയയുടെ പിന്നാലെ യാന്ത്രികമായി ചലിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി. വിവാഹം ജെറിയുടെ പള്ളിയിലായിരുന്നെങ്കിലും ആഘോഷം മരിയയുടെ വീട്ടിലായിരുന്നു. വിരുന്നിന് പോകാനുള്ളവരൊക്കെ തലേന്ന് തന്നെ എത്തി. വൈകിട്ട് മധുരം വയ്ക്കലും ചെറിയൊരു സദ്യയും ഒരുക്കിയിരുന്നു. കോട്ടയത്തെ എണ്ണം പറഞ്ഞ ബ്യൂട്ടീഷ്യനെ തന്നെയാണ് മേക്കപ്പ് ഏൽപ്പിച്ചത്. വില കൂടിയ തൂവെള്ള ഗൗണാണ് മരിയ അണിഞ്ഞത്. പെണ്ണിന്റെ സംഘം എത്തുമ്പോഴേക്കും വരന്റെ സംഘം എത്തി വധുവിനെ സ്വീകരിക്കാനായി പള്ളിമുറ്റത്ത് കാത്തുനിന്നു. ജെറി നേവി ബ്ലൂ കോട്ടും പാന്റുമാണ് അണിഞ്ഞത്. അതും മരിയയുടെ സെലക്ഷനായിരുന്നു. ജെറി ഇഷ്ടമാണെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. എടി കൊച്ചേ, ജെറിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലേ? ആരാണ്ട് നിർബന്ധിച്ച് കെട്ടിക്കുന്ന പോലുണ്ടല്ലോ അവന്റെ പെരുമാറ്റം. ചരക്കെടുക്കൽ കഴിഞ്ഞു വന്നപ്പോൾ മരിയയുടെ അമ്മയുടെ സംശയം മകളിൽ നിന്നും മറച്ചു വെച്ചില്ല. അതമ്മച്ചി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഓഫീസിൽ വലിയൊരു പ്രോജക്റ്റിന്റെ ഇടയിലാണ്, അതിന്റെ ടെൻഷനാണ്, മരിയ കളവ് പറഞ്ഞു. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ കല്യാണം? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും അമ്മേ. ഇത് കഴിയുമ്പോൾ മറ്റൊന്ന് വരും. ജോലിയുടെ ടെൻഷൻ ഒഴിഞ്ഞിട്ട് കല്യാണം നടക്കുകയില്ല. കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നും മരിയ ഒഴിഞ്ഞു മാറി. ജെറിയുടെ കാര്യങ്ങളെങ്ങാനും വീട്ടിലറിഞ്ഞാൽ അവർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. വളരെ കാലം ആഗ്രഹിച്ചത് കൈവിട്ടു പോയി എന്ന് കരുതിയതാണ്. ഇപ്പോഴിതാ അത് കൈവന്നിരിക്കുന്നു. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ജെറിയുടെ മനസ്സ് മെല്ലെ മാറ്റിയെടുക്കാം. അത് വിവാഹം കഴിഞ്ഞാലേ പറ്റൂ.
വിവാഹത്തിന്റെ മുഖ്യ കാർമ്മികനാകാൻ മൈക്കിൾ അച്ഛനെ ക്ഷണിച്ചപ്പോൾ ആശുപത്രിയിൽ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട് എന്നും പറഞ്ഞ് എൽസിയുടെയും മരിയയുടെയും കുടുംബത്തിലെ 2 അച്ഛന്മാരെ ഏൽപ്പിച്ചു. ജെറിയെ സമ്മതിപ്പിക്കാൻ കൂട്ടുനിന്നെങ്കിലും ജെറിയുടെ മനസ്സ് നന്നായി അറിയാവുന്ന അച്ഛൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കുടുംബത്തിലെ മറ്റെല്ലാ വിവാഹങ്ങൾക്കും എന്താവശ്യം മാറ്റിവെച്ചും പോയി നടത്തിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മനസാക്ഷി കുത്തോടെ അൾത്താരയിൽ നിൽക്കാൻ വയ്യ. താലി വെഞ്ചരിച്ചു കൊടുക്കുമ്പോൾ കൈവിറയ്ക്കും. അത് പാടില്ല. അച്ഛൻ ചാപ്പലിൽ ജെറിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. അനുജന്മാരുടെയും പെങ്ങന്മാരുടെയും മക്കളെല്ലാം തന്റെ മക്കളും കൂടിയാണ്. അവരുടെ കണ്ണു നിറയുന്നതോ ഉള്ളു വേവുന്നതോ കണ്ടു നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജെറിയോട് മറ്റാരെക്കാളും ഒരിഷ്ടം കൂടുതലുണ്ട്. അതിന് കാരണം അവന്റെ ശുദ്ധ മനസ്സാണ്. മറ്റുള്ളവർക്കൊക്കെ അത്യാവശ്യം കള്ളത്തരങ്ങളുണ്ട്. അതവർക്ക് ഒളിപ്പിക്കാനും അറിയാം. ജെറി അങ്ങനെയല്ല. എന്ത് തലപോകുന്ന കാര്യമാണെങ്കിലും പറയും. നിധിയെ പരിചയപ്പെട്ടപ്പോൾ മുതൽ അവൻ ഒന്നും തന്നിൽ നിന്ന് ഒളിച്ചിട്ടില്ല. വല്യപ്പച്ചനെ ഒളിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവൻ പറയുക. അവന്റെ അപ്പനേക്കാൾ ഇഷ്ടവും സ്വാതന്ത്ര്യവും തന്റെ അടുത്തായിരുന്നു. നിധിയുമായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി അന്ന് തന്നെ വിളിച്ച് 2 പേരും സംസാരിച്ചു. എവിടെ എങ്ങനെയാണെങ്കിലും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുക എന്ന ഉപദേശം മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിന്റെ അപ്പൻ ഇത് അറിയരുത്. ഞാനാണ് നിനക്ക് സപ്പോർട്ട് നെങ്ങാനും അറിഞ്ഞ ഇവിടെ വന്ന് അവൻ എന്നെ വെട്ടിക്കൊല്ലും. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേടാ മോനെ. ഇല്ല വല്യപ്പച്ച, ഞാൻ ആരോടും പറയില്ല, അവൻ ഉറപ്പ് തന്നു. പക്ഷേ നിധി പോയത് അവൻ പറഞ്ഞില്ല. അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ. അച്ഛൻ ഏറെ നേരം അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്രൂശിത രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആഘോഷമായ ദിവ്യബലിയോടുകൂടി വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ജെറിയുടെ മനസ്സ് ഒന്നിലും ഉറച്ചു നിന്നില്ല. ഗായക സംഘത്തോടൊപ്പം നിധിയുടെ വയലിനാദം ഉയരുന്നുണ്ടെന്ന് തോന്നി ഒരു വേള അങ്ങോട്ട് നോക്കിപ്പോയി. അവിടെ അപരിചിതരായ 2 പേർ നിരാശയോടെ മുഖം തിരിച്ചു. ആശീർവദിച്ച താലി വൈദികന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോഴും മനസ്സിനെ വല്ലാത്തൊരു നിസ്സംഗത ബാധിക്കുന്നതറിഞ്ഞു. ആരോ മരിയയുടെ നെറ്റ് ഉയർത്തിപ്പിടിച്ചു. താലിച്ചരട് കൊരുക്കുമ്പോൾ കൈ വിറച്ചില്ല. മോതിരം മാറുമ്പോഴും മന്ത്രകോടി പുതപ്പിക്കുമ്പോഴും കൈകൾ തണുത്ത് മരവിച്ചു. ബൈബിളിൽ കൈചേർത്ത് വാഗ്ദാനം നടത്തുമ്പോഴും നിധിയായിരുന്നു മനസ്സ് നിറയെ. നിധിയാണ് തന്റെ പങ്കാളി. അവൾക്ക് വേണ്ടിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അച്ഛൻ ചൊല്ലിത്തരുന്നത് വെറുതെ ഏറ്റുചൊല്ലുകയാണ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഈ ദൈവവചനം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. തന്റെ സമീപം നിൽക്കുന്ന ഇവൾ ആരാണ്? ഇവൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവളെ ആരാണ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? ജെറിയെ വല്ലാതെ വിയർക്കുന്നത് സിൽവി കണ്ടു. ജോസ്മോനെ തൊട്ട് വിളിച്ച് ജെറിയുടെ ഭാവമാറ്റം കാട്ടിക്കൊടുത്തു. ജോസ്മോൻ വേഗം ജെറിയുടെ സമീപം ചെന്ന് കയ്യിൽ പിടിച്ചു. എന്താടാ പറ്റിയത്? തൂവാലെടുത്ത് മുഖം തുടയ്ക്ക്, ആളുകൾ ശ്രദ്ധിക്കും. ജെറി പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് മുഖം നന്നായി തുടച്ചു. അപ്പച്ചനോ അമ്മച്ചിയോ മറ്റാരുമോ ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അപ്പച്ചന്റെ മുഖത്ത് ഒരു വിജയശ്രീലാളിത ഭാവമാണ്. അമ്മച്ചി കണ്ണടച്ചു നിന്ന് പ്രാർത്ഥനയിൽ മുഴുകുന്നു. മരിയയും ലോകം പിടിച്ചെടുത്ത ഭാവത്തിൽ നിൽക്കുകയാണ്. കുർബാനയും ചടങ്ങുകളും കഴിഞ്ഞു. അടുത്തത് വൈദികരോടൊപ്പമുള്ള ഫോട്ടോ സെഷനാണ്. ജെറിയുടെ മുഖം കൂമ്പാള പോലെ വിളറിയിരിക്കുന്നു. അവിടെ സന്തോഷത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ല. ഫോട്ടോഗ്രാഫർമാർ ജെറിയോട് ചിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ചിരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട് നിൽക്കുന്ന ജെറിയെ കണ്ടപ്പോൾ വിവാഹത്തിന്റെ ടെൻഷനാകുമെന്നാണ് എല്ലാവരും കരുതിയത്. കുഞ്ഞുഞ്ഞിന്റെ മുഖത്ത് ഒരു ഗൂഢസ്മിതം വിരിയുന്നത് സിൽവി കണ്ടു. സ്വന്തം മകന്റെ ജീവിതം തകർത്തിട്ട് ഒരു കൂസലമില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ. ജെറി മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുക മാത്രം ചെയ്തു. മരിയ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് ഇന്നെങ്കിലും കുറച്ചു സമയം മിണ്ടാതിരുന്നൂടെ? ജെറിക്ക് അലോസരമാണ് തോന്നിയത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പാരിഷ് ഹാളിൽ നിന്നും ജെറിയുടെ വീട്ടിലേക്ക് പോയി. ചെറുക്കനെയും പെണ്ണിനെയും അമ്മ കുരിശു വരച്ച് വീട്ടിലേക്ക് ആനയിച്ചു. ക്രിസ്തീയ സഭയിൽ വിവാഹം കഴിഞ്ഞ് വരനും വധുവും പെണ്ണിന്റെ വീട്ടിലാണ് അന്ന് നിൽക്കുക. ജെറിയുടെ വീട്ടിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ചെറിയൊരു കാപ്പി സൽക്കാരവും കഴിഞ്ഞ് മരിയയുടെ വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ ജെറി ജോസ്മോനെ ദയനീയമായി ഒന്ന് നോക്കി. ജോസ്മോൻ ധൈര്യം കൊടുത്തു. സാരയില്ലടാ, പോയിട്ട് നാളെ രാവിലെ ഇങ്ങ് പോര്. ഞാനോ ജെയ്ക്കോ കാറും കൊണ്ട് വരാം. ജെറിയെയും മരിയയെയും വഹിച്ചുകൊണ്ട് കാർ അകന്നു പോകുന്നത് അങ്കലാപ്പോടെയാണ് ജോസ്മോൻ നോക്കി നിന്നത്. മരിയയുടെ വീട്ടിൽ വലിയ ആഹ്ലാദവും സ്വീകരണവുമായിരുന്നു. ഏതോ അപരിചിതമായ സ്ഥലത്ത് കുറെ അപരിചിതരുടെ നടുവിൽ നോക്കുകുത്തിയായിരിക്കുമ്പോൾ ജെറിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആരൊക്കെയോ എന്തൊക്കെയോ ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്നോ മറുപടി പറഞ്ഞതെന്നോ ഓർമ്മയില്ല. ജെറിയുടെ ഇരിപ്പ് കണ്ടാകും മരിയ വന്ന് മുകളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് വലിയൊരു ആശ്വാസമായി. ഡ്രസ്സ് മാറി കുളിക്ക് ജെറി, ക്ഷീണം മാറട്ടെ. തോർത്തും മാറ്റാനുള്ള ലുങ്കിയും ഷർട്ടുമായി മരിയ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. തട്ടിപ്പറിക്കും പോലെ അവ വാങ്ങി രക്ഷപ്പെടാനെന്നോണം ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്നുവിട്ടു. അത്താഴം കഴിക്കുമ്പോൾ മേശയ്ക്ക് ചുറ്റും ആഹ്ലാദം നുരഞ്ഞു. കളിച്ചിരികളും തമാശകളുമൊക്കെയായി എല്ലാവരും ഇരിക്കുമ്പോൾ ജെറി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. മരിയയുടെ ശബ്ദമാണ് അവിടെ ഏറ്റവും ഉച്ചത്തിൽ ഉയർന്നു കേട്ടത്. എന്തൊരു പെണ്ണാണിവൾ! ഇത്തിരി ശബ്ദം താഴ്ത്തി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ?
ജെറിയുടെ നോട്ടം കൂർത്തു വരുന്നത് മരിയ കണ്ടു. അവൾ സംസാരം നിർത്തി. ജെറി വേഗം ഭക്ഷണം കഴിച്ചെണീറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കല്യാണം ഇഷ്ടമില്ലാതെയാണോ നടത്തിയത്? മാർട്ടിൻ മരിയയോട് ചോദിച്ചു. ഏയ് അല്ല കുഞ്ഞാഞ്ഞേ, ജെറിയുടെ സ്വഭാവം അങ്ങനെയാണ്. ആരോടും അധികം സംസാരിക്കുന്നതോ ബഹളം വയ്ക്കുന്നതോ ഇഷ്ടമല്ല. ജെറിയെ ന്യായീകരിക്കാതെ മരിയയ്ക്ക് തരമില്ലായിരുന്നു. ആ, നീ സൂക്ഷിച്ചോ, നിന്റെ നാക്കവൻ അരിയും. മാർട്ടിന് ചിരി. ഒന്ന് പോ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. തിരിച്ചടിച്ചിട്ട് മരിയ ജെറിയുടെയും കൂടി പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അത് കഴുകി ഷെൽഫിൽ വെച്ചിട്ട് മുകളിലേക്ക് ചെന്നു. വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ജെറി കണ്ണടച്ച് കിടക്കുകയാണോ ഉറങ്ങുകയാണോ എന്നൊരു സന്ദേഹമുണ്ടായി മരിയയ്ക്ക്. ആഹാ, ഇത്ര വേഗം ഉറങ്ങിയോ? മരിയ കട്ടിലിരുന്നു. മാറിൽ പിണച്ചുവെച്ച ജെറിയുടെ കൈകൾക്ക് മേൽ കൈവച്ചു. നീ ലൈറ്റണച്ച് കിടക്കാൻ നോക്ക്, നല്ല ക്ഷീണം. പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും മരിയയ്ക്ക് അനൽപമായ വിഷമം തോന്നി. ആ, ഉറങ്ങിക്കോട്ടെ, അത്ര പെട്ടെന്നൊന്നും ഒന്നും ശരിയാകില്ല എന്നറിയാം. മെല്ലെ എല്ലാം ശരിയാക്കി എടുക്കണം. ലൈറ്റ് അണച്ചിട്ട് വന്ന് കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്നു. 2 ദിവസത്തെ ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. താഴെ നിന്നുള്ള കോളിംഗ് ബെല്ല് കേട്ടാണ് മരിയ ഉണർന്നത്. ജെറിയെ കട്ടിലിൽ കണ്ടില്ല. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഊഞ്ഞാലിൽ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജെറി. ഗുഡ് മോർണിംഗ്. മരിയ അല്പം ശബ്ദമുയർത്തിയാണ് വിഷ് ചെയ്തത്. ജെറി തിരിഞ്ഞു നോക്കാതെ തിരിച്ചൊരു പ്രത്യഭിവാദനം പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ 2 കപ്പുകളിൽ കാപ്പിയുമായി വന്ന് ഒന്ന് ജെറിക്ക് കൊടുത്തിട്ട് സമീപം ഇരുന്നതും നീ വേഗം റെഡിയാവ്, 7 മണിക്ക് വീട്ടിൽ നിന്നും കാറ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോഴും ജെറി മരിയയുടെ മുഖത്തേക്ക് നോക്കിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? റെഡിയായി കഴിഞ്ഞു ആകാമല്ലോ. കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അതിനാൽ മരിയ കാപ്പിക്കപ്പുകളുമായി താഴേക്ക് പോന്നു. വേഗം കുളിച്ച് ഡ്രസ്സ് മാറി. അത്യാവശ്യം വേണ്ട കുറച്ച് വസ്ത്രങ്ങളും മറ്റും ഒരു ട്രോളി ബാഗിലാക്കി വെച്ചു. അപ്പോഴേക്കും ജെറി കുളി കഴിഞ്ഞു വന്നിരുന്നു. ജോസ്മോൻ മാർട്ടിന്റെ കയ്യിലേൽപ്പിച്ച സൂട്ട് കേസിൽ ജെറിക്ക് വേണ്ടുന്ന ഷേവിംഗ് സെറ്റും ഒരു ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു. വിവാഹത്തിന് ധരിച്ച ഡ്രസ്സ് അവിടെ ഇട്ടു. പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടാക്കുന്ന ചടങ്ങിനാണ് ഇനി അവ ധരിക്കുക. ജെയ്ക്ക് കാറുമായി എത്തുമ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. ചേട്ടൻ എന്നാ വൈകിയത്? ജെയ്ക്കിനെ കണ്ടപാടെ ജെറി ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. മരിയ തന്നെയാണ് മുകളിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ടുവന്നത്. എനിക്കിതിലെന്ത് കാര്യം എന്ന മട്ടിൽ ജെറി നിന്നു. മരിയ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. ജെറി മുന്നിലും മരിയ പിന്നിലും ഇരുന്ന് പോകുന്നത് കണ്ട് മരിയയുടെ മമ്മിക്ക് ഒരു വല്ലായ്ക തോന്നി. ജെറിയുടെ സമീപനങ്ങളും പള്ളിയിൽ വെച്ചുണ്ടായ ഭാവമാറ്റവുമെല്ലാം അവർ ശ്രദ്ധിച്ചിരുന്നു. ഈ തീരുമാനം തെറ്റായിപ്പോയോ എന്ന് വിശകലനം ചെയ്തു. വേറെ കല്യാണം ആലോചിച്ചോളാൻ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇത് തന്നെ മതിയെന്ന് നിർബന്ധം പിടിച്ച് വിവാഹം നടത്തിച്ചതും മരിയ തന്നെയാണ്. മറ്റെന്തൊക്കെയോ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ടോ? മോളിക്കുട്ടി ഭർത്താവിനോട് തന്റെ സംശയം പങ്കുവച്ചു. നിനക്കങ്ങനെ പലതും തോന്നും. എത്ര കാലമായി അവർ തമ്മിൽ അറിയുന്നതാണ്. ഇടയ്ക്ക് അവർ വല്ലതും പറഞ്ഞ് പിണങ്ങിക്കാണും. ആ ദേഷ്യത്തിന് അവള് വേറെ വല്ല കല്യാണം ആലോചിച്ചോളാൻ പറഞ്ഞു. പിണക്കം മാറിയപ്പോ അവനെ മതിയെന്നും പറഞ്ഞു. ഇനി നീ അതും ആലോചിച്ച് തലവുണ്ടാക്കണ്ട കേട്ടല്ലോ. നമ്മൾ ആരെയും നിർബന്ധിച്ച് കെട്ടിച്ചതൊന്നും അല്ലല്ലോ. അവരുടെ ഇഷ്ടം നടത്തി കൊടുത്തു, അത്ര തന്നെ. മാത്യുവിന് ലെവലേശം സംശയമില്ലായിരുന്നു. ജെറിയുടെ വീട്ടിൽ മരിയയ്ക്ക് ഗംഭീര സ്വീകരണമായിരുന്നു. സിൽവിയും അവരെ സ്വീകരിക്കാൻ എൽസിയുടെ കൂടെ തന്നെ നിന്നു. ഒരു പുതുപ്പെണ്ണിന്റെയും ചെറുക്കന്റെയും പെരുമാറ്റമോ ഇടപെടലോ അല്ലായിരുന്നു ജെറിയും മരിയയും തമ്മിൽ. സിൽവിക്ക് അത് എളുപ്പം മനസ്സിലായി. മരിയയുടെ കാര്യത്തിൽ സിൽവിക്ക് ഒട്ടും സഹതാപം തോന്നിയതുമില്ല. എല്ലാം അറിഞ്ഞിട്ടും ജെറിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ച അവളുടെ വിഡ്ഢിത്തത്തിന് താൻ എന്തിനു സഹതപിക്കണം? ഇനി നിധി ജെറിയെ ഉപേക്ഷിച്ച് പോയതിനു പിന്നിൽ ഇവളുടെ അറിവുണ്ടോ? വിവാഹവും ദാമ്പത്യവും പരസ്പരം സ്നേഹത്തോടെ തുടരേണ്ടതല്ലേ? അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തെ ബലമായി പിടിച്ചു വാങ്ങാൻ നോക്കിയാൽ അതിന്റെ പരിണിത ഫലം എന്താകും? നിധിയുടെ തിരോധാനത്തിൽ അപ്പച്ചനും അമ്മച്ചിക്കും നല്ല കൈയുണ്ട്, അത് ഉറപ്പാണ്. രാത്രി കിടക്കാൻ നേരം ജോസ്മോനോട് സിൽവി തന്റെ സംശയങ്ങളൊക്കെ ഉന്നയിച്ചു. നീ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ശരിയാണെന്ന് എനിക്കും അറിയാം. ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞല്ലേ ഞാനും അറിഞ്ഞത്. അവന്റെ മുഖത്തോട്ട് നോക്കുമ്പം എന്റെയും ചങ്ക് പിടയുക. എന്നാ ചെയ്യാനാ? കൂടെ വേഷം കെട്ടി ആടുക, അത്ര തന്നെ. ഇനി വരുന്നത് പോലെ വരട്ടെ. മരിയയും കൂടി കൂട്ടുതെന്നാണ് ഈ നാടകമെങ്കില് അവൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് അവനെ ഇതിന് സമ്മതിപ്പിച്ചത്. അതും വലിയപ്പച്ചൻ കൂടി പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇതിന് അരമനസ്സോടെ ഒരുങ്ങിയത്. അവനും വിചാരിച്ചു കാണും ശരിയാവോന്ന്. സിൽവി മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. വ്യാഴാഴ്ച ജെറിയെയും മരിയയും കൊണ്ടുവന്ന ചടങ്ങുകൂടി കഴിഞ്ഞിട്ട് സിൽവി വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇവിടെ നിർത്തിയത്. അഭിമോൻ വല്യമ്മച്ചിയുടെയും വല്യപ്പച്ചന്റെയും കൂടെയാണ് കിടക്കുന്നത്. ജോസ്മോന്റെയും സിൽവിയുടെയും കൂടെ കിടത്തിയാൽ രാത്രി സിൽവിയുടെ വയറിന് ഉറക്കത്തിൽ അറിയാതെ ചവിട്ടുകയോ മറ്റോ ചെയ്താലോ?
അന്ന് രാത്രിയും ജെറി നേരത്തെ ഉറങ്ങി. പ്രതീക്ഷയോടെ കാത്തിരുന്ന മരിയയ്ക്ക് നിരാശയായിരുന്നു ഫലം. പ്രതീക്ഷിച്ചതാണെങ്കിലും ഒരു പെണ്ണിനെ അടുത്ത് കിടത്തി ഓജസ്സും ചൂടുമുള്ള ഒരു പുരുഷന് എങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നു? ഒരു പെണ്ണിന്റെ നിഴൽ കണ്ടാൽ ചായാൻ നിൽക്കുന്ന പുരുഷന്മാരാണ് അധികവും. ശാരീരികമായ ഒരു ബന്ധം ഉണ്ടായാൽ പതിയെ മനസ്സും പാകപ്പെട്ടു വരുമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോ താൻ അടുത്ത് കിടക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരം പോലും ഇല്ലാതെയല്ലേ കിടന്നുറങ്ങുന്നത്? മരിയ കുറച്ചുനേരം ജെറിയെ നോക്കിയിരുന്നു. പൗരുഷം തുളുമ്പുന്ന ആരോഗ്യമുള്ള ശരീരം, ഇട്ടിരുന്ന ടീഷർട്ടിന്റെ മുകളിൽ കൂടി മാറിലെ രോമങ്ങൾ ഭ്രമിപ്പിച്ചുകൊണ്ടങ്ങനെ നിൽക്കുന്നു. അതിനിടയിലൂടെ തിളങ്ങുന്ന സ്വർണ്ണ ചെയിൻ. മരിയയുടെ ശരീരം ഉണർന്നു. ആ മാറിലൊന്ന് മുഖം പൂഴ്ത്തി കിടക്കാൻ, ആ കരവലയത്തിലൊന്ന് ഒതുങ്ങാൻ എത്ര കാലമായി കൊതിക്കുന്നതാണ്. കാത്തിരുന്ന് കയ്യിൽ വന്നപ്പോഴോ മറ്റൊരു പെണ്ണ് അവിടെ ചേർന്നുറങ്ങിയതാണെന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. ജെറിയുടെ ബാഹ്യ സൗന്ദര്യം ഏത് പെണ്ണിനെയും ആകർഷിക്കുന്നതാണ്. ഇരുനിറമാണെങ്കിലും കൈത്തണ്ടയിലെ കറുത്ത രോമങ്ങൾ കുറച്ചുകൂടി കറുപ്പ് തോന്നിപ്പിക്കും. ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ജെറി തന്നിലൊന്ന് പടർന്നു കയറിയെങ്കിൽ താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ എന്തെല്ലാം നാടകമാണ് കളിച്ചത്. എന്നിട്ടിപ്പോൾ എല്ലാം പാഴായി പോകുമോ എന്ന് ഭയം തോന്നുന്നു. സാരയില്ല, ഫ്ളാറ്റിൽ ചെല്ലട്ടെ, എല്ലാം ശരിയാക്കിയെടുക്കാം. അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നാൽ അതും ചെയ്യണം. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ട്. അത് ഇവിടെയോ തന്റെ വീട്ടിലോ വെച്ച് നടക്കില്ല. പ്രതികരണം എന്താകുമെന്നൊന്നും അറിയില്ലല്ലോ. വീട്ടുകാരൊന്നും അറിയരുത്. ഈ വിവാഹം തന്റെ മാത്രം നിർബന്ധമായിരുന്നു. മനസ്സിനെ ജെറിയിൽ നിന്നും പറിച്ചെടുത്ത് സ്വയം സമാധാനിച്ചുകൊണ്ട് മരിയ ജെറിയെ തൊട്ടുരുമി ഉറങ്ങാനായി കിടന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.